ആഗോള സാമ്പത്തിക മാന്ദ്യം മുതൽ കോവിഡ് മഹാമാരി വരെ ഉണ്ടായ ദുരന്തങ്ങളെയെല്ലാം അതിജീവിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ സാമ്പത്തിക ഞെരുക്കങ്ങളും മറികടന്ന് ഇത് കൈവരിച്ച ഒരു ബഡ്ജറ്റാണ് ഇത്. കാരണം അഭിമാനത്തോടാണ് 25-26 ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. പ്രിയങ്കരനായ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ സാർ ഇതിവിടെ അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും അധികം സന്തോഷവും അതിനോട് ഏറ്റവും അധികം ഹൃദയത്തിനകത്ത് വലിയൊരു തണുപ്പും അനുഭവപ്പെട്ടിട്ടുണ്ട്. സാർ, ഈ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അതെന്തെങ്കിലും ലഭിക്കുക എന്നുള്ള വലിയ കാര്യമാണ്. നമ്മുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അവസ്ഥ എന്താണ് സാർ കേരളത്തിൻ്റെ വരുമാനം? കേരളത്തിനൊരു വരുമാനവും ഇല്ലല്ലോ സാർ. ഈ ഉള്ള വരുമാനത്തിൽ നിന്നുകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ ഇത് കേന്ദ്രത്തിൽ നമുക്ക് കിട്ടുന്ന GST കൂടെ അടിച്ചുകൊണ്ട് പോയ കേന്ദ്രത്തോട് ഒരു വാക്കു പറയാനായിട്ട് നിങ്ങളെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എത്ര MP പോയിട്ടുണ്ട്? 18 MP പോയിട്ടുണ്ടല്ലോ. എന്താ ആരും ഒന്നും പറയാത്ത? വളരെ ശക്തമായിട്ട് അവിടെ പ്രതിരോധിക്കാൻ നിങ്ങൾക്കൊന്നും സാധിക്കാതെ ഒന്നും അവിടുന്ന് മേടിച്ചോണ്ട് വരിക മനസ്സ് കാട്ടാതെ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്ന രീതി ശരിയല്ല എന്നാണ് എനിക്ക് പറയുന്നത്. സാർ, സംസ്ഥാനത്തിന്റെ സുസ്ഥിരമായ വികസനം ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ വിഭാഗം പ്രശ്നങ്ങളെ ഗൗരവമായി കണ്ട് തയ്യാറാക്കിയ ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ്. കേന്ദ്ര സർക്കാരിന്റെ പകപോക്കൽ രാഷ്ട്രീയത്തെ അതിജീവിക്കുന്ന ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ്. അതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു മാസ്മര ശക്തി ശ്രീ ബാലഗോപാലിന് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം കൊടുത്താന്നേ പറയത്തുള്ളൂ. കാരണം ഇതിനെയൊക്കെ കൊണ്ട് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചത് ഇത് വലിയ കാര്യമാണ് സാറേ. എനിക്ക് എൻ്റെ കാര്യമല്ല, 140 MLA ഉണ്ടല്ലോ. കുട്ടനാടിന് വലിയ നല്ല രീതിയിലുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടനാടിന്റെ സമഗ്ര വികസനത്തിന് 100 കോടി രൂപ ഈ ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് സാർ. കാർഷിക മേഖലയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് 150 കോടി രൂപ തന്നിട്ടുണ്ട്. പാടശേഖരങ്ങൾ, ഞാൻ ആദ്യം മുതലേ ഈ നിയമസഭയിൽ പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടനാട്ടിൽ ഏകദേശം 480 പാടശേഖരങ്ങളും കല്ലുകെട്ടി ബലപ്പെടുത്തി അതിന്റെ ചുറ്റും ട്രാക്ടർ റോഡുകൾ, അതിന്റെ ചുറ്റും ബണ്ട് റോഡുകൾ കൊണ്ടുവന്ന് അതിന്റെ നടുവിൽ കൂടി ട്രാക്ടർ റോഡുകൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ സമഗ്രമായ വികസനം കുട്ടനാട്ടിൽ നടക്കത്തുള്ളൂ. അങ്ങനെ കൊണ്ടുവരണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. അതിന് ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ്. കർഷകർക്ക് വിവിധ സബ്സിഡികൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് സാർ. CBL വള്ളംകളി, അതിൻ്റെ കൂടെ തന്നെ വള്ളംകളിയെ പ്രൊമോട്ട് ചെയ്തിട്ട് 9 കോടി രൂപ അതിനനുവദിച്ചിട്ടുണ്ട് സാർ. ഞാൻ നിർദ്ദേശിച്ച വിവിധ പദ്ധതികൾക്ക് 60 കോടിയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ വൻകിട പദ്ധതികൾ യഥാർത്ഥമായി കൊണ്ടിരിക്കുകയാണ് സാർ. AC റോഡ് നമുക്കറിയാം, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പർ റോഡാണത്. 780 കോടി രൂപയാണ് അതിനനുവദിച്ചിരിക്കുന്നത് സാർ. കുടിവെള്ള പദ്ധതി കുട്ടനാട്ടുകാരായ ഞങ്ങളുടെ ജീവിത സ്വപ്നമാണ് സാർ. എൻ്റെ സഹോദരനായ തോമസ് ചാണ്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കാശ് കൊടുത്ത് മേടിച്ച നീലേറ്റുപുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പ്ലാന്റ് 14 MLD ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതിനെ പ്ലസ് ചെയ്ത് 30 MLD കൂടെ പ്ലസ് ചെയ്തുകൊണ്ട് 44 MLD ആക്കി മാറ്റുവാൻ തക്കവണ്ണോ ഈ ഗവൺമെന്റ് 500 കോടി രൂപയിലധികമാണ് തന്നിരിക്കുന്നത്. അത് 9 ഘട്ടങ്ങളിലായിട്ട് അത് ഞങ്ങൾ ടെൻഡർ ചെയ്ത് കഴിഞ്ഞു സാർ. അത് ഒരു സ്വപ്ന പദ്ധതിയാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഒരു ദിവസം കൊണ്ട് എല്ലാ വികസനവും നടക്കത്തില്ല സാർ. തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറയുന്ന നിയമം കുട്ടനാടിനെ വലച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനൊരു പ്രത്യേക ഇളവ് കുട്ടനാട് തന്നേ ഒക്കത്തുള്ളൂ സാർ. മുഴുവൻ പാടശേഖരങ്ങളാണ്, മുഴുവൻ അതിൻ്റെ നടുവിലുള്ള വഴികളാണ്. ഇതിനകത്ത് തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു പ്രത്യേകത കുട്ടനാടിന് തരണം. കാരണം ഞങ്ങളുടെ ഒരു ഓവർഹെഡ് ടാങ്ക്, വെള്ളത്തിൻ്റെ ടാങ്ക് തന്നെ വെക്കാനായിട്ട് വിയപുരം എന്നൊരു സ്ഥലത്ത് അതിന് ടാങ്കിന് സ്ഥലം അനുവദിച്ചപ്പോഴത്തേക്ക് ആദ്യം അവിടെ എഴുതി വെച്ചിരിക്കുന്ന വില്ലേജ് ഓഫീസർ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ പെട്ടിരിക്കുന്നു എന്നാണ് സാർ. അതിനൊരു മാറ്റം തരണം. അതന്നെ കൃഷിമന്ത്രി അതിനകത്ത് ഇടപെട്ടു, APC ഇടപെട്ടു. അതിനൊക്കെ വിടുതൽ ലഭിച്ചെങ്കിലും ഒരു പൂർണ്ണമായ കാര്യം അതിനകത്ത് ചെയ്തു തരേണ്ടത് ആവശ്യമാണ് സാർ. ഞങ്ങളുടെ പുളുങ്ങുന്ന് ഹോസ്പിറ്റൽ 140 കോടി രൂപയാണ് തന്നിരിക്കുന്നത് സാറേ. എൻ്റെ കൊച്ചിലെ എനിക്കൊരു 10 വയസ്സുള്ളപ്പോൾ ഏകദേശം ഒരു 55 വർഷം മുമ്പ് ഞങ്ങളെല്ലാം ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു ഹോസ്പിറ്റലാണ് പുളുങ്ങുന്ന് താലൂക്ക് ഹോസ്പിറ്റല് സാർ. ഇന്ന് അത് പുനഃജീവിപ്പിക്കാനായിട്ട് 140 കോടി രൂപയാണ് തന്നിരിക്കുന്നത് സാർ. 35 കോടി രൂപ ദേശീയ NCC ട്രെയിനിങ് സെന്റർ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വികസനങ്ങൾ സാർ ഈ കിബി കൂടെ
ഗവൺമെന്റല്ലേ കൊണ്ടുവന്നത്? ഈ ഗവൺമെന്റല്ലേ തന്നത്? പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമല്ലേ ഈ കുട്ടനാടെന്ന് പറയുന്ന എൻ്റെ ഈ ദേശം ഒന്ന് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് തുടങ്ങിയത്? സാർ, എനിക്കൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഈ നല്ല ബഡ്ജറ്റിനെ നിങ്ങൾ ഒരിക്കലും ധിക്കരിച്ചുകൊണ്ട് സംസാരിക്കരുത്. എന്നിട്ട് നിങ്ങളുടെ നല്ല മനസാക്ഷി അതിനോട് ചേർത്ത് വെച്ചിട്ട് അതിനെ ഒന്ന് പുകഴ്ത്തി പറ. ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങളെ ആര് ചോദ്യം ചെയ്യാനാ?